ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷണം. യുവതിയുടെ ആവശ്യം പരിഗണിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. റിനോ ശ്രീധർ തിരുവനന്തപുരത്ത് ചെന്നു. റിനോ, ദിവസങ്ങളേറെയായി വ്യാപാര വ്യവസായിയുടെ ആ നേതാവിനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഒരു നോട്ടീസും കൊടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ചാണ്. പിന്നെ ഒരു വിവരവുമില്ല. എന്താണ് കേസിന്റെ സ്റ്റാറ്റസ്? പ്രതി എവിടെ? അന്വേഷണം എവിടെ എത്തി? സുഹൈൽ, അമൃത, പ്രതിയെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരമില്ല എന്ന് തന്നെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പറയാം. എന്തായാലും കായംകുളത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ യുവതിയെ ലൈംഗികമായി അതിക്രമിച്ച കേസിൽ ഈ യുവതി DGPയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തെത്തി പോലീസ് മേധാവിക്ക് പരാതി നൽകി. നിലവിൽ അന്വേഷണത്തിൽ തൃപ്തയല്ല എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പം ഈ അന്വേഷണം ഒരു വനിതാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് നടത്തണം എന്നുള്ളതാണ്. നിലവിൽ കായംകുളം DYSPക്കാണ് അന്വേഷണ ചുമതല. നിലവിലിപ്പോൾ DGP ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട്. ആലപ്പുഴ SP ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഒരു തരത്തിലും അന്വേഷണത്തിൽ വീഴ്ച വരുത്തരുത് എന്നുള്ളതാണ് DGP നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. എന്തായാലും യുവതിയുടെ പരാതിയിന്മേലാണ് ഒടുവിൽ ഇപ്പോൾ DGP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് അന്വേഷിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. യുവതിയും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴും ഈ പ്രതിയെ നിലവിൽ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മൂന്നിനാണ്, ഈ മാസം 3-ാം തീയതിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികമായി അതിക്രമിക്കുന്നത്. തുടർന്ന് 4-ാം തീയതി കായംകുളം പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ മൊഴിയെടുക്കുകയോ ഒരു തരത്തിലുള്ള നടപടിയോ ഉണ്ടായിട്ടില്ല. പ്രതി എന്ന് പറയുന്ന ആരോപിക്കുന്ന ആളിനെ വിളിച്ചു വരുത്തി ഒരു നോട്ടീസ് കൊടുത്തയക്കുക മാത്രമാണ് കായംകുളം പോലീസ് ചെയ്തത്. തുടർന്നാണ് യുവതി മാധ്യമങ്ങളോട് അടക്കം പരിഭവമായി എത്തുന്നതും പോലീസ് പിന്നീട് മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും 164 സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് അന്വേഷിക്കുവാൻ വേണ്ടി പോലീസ് മേധാവി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. സുഹൈൽ, അമൃത. ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയാണ്. ആ പരാതി ഇതുവരെ രഹസ്യമൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴിയെടുത്ത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടതാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ തുടക്കം മുതൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് അമാനത്ത് നിൽക്കുന്ന നമ്മൾ പല ഘട്ടത്തിൽ കണ്ടതാണ്. ഇത് മനഃപൂർവ്വമാണെന്ന് ആരോപണമടക്കം ഉയർന്നു. പോലീസുകാർക്കെതിരെ ആരോപണമടക്കം വരുന്നു. ഇനിയും ഈ കേസ് വൈകുന്നതിൽ ഈ കേസിലൊരു പ്രോഗ്രസ് ഉണ്ടാകാത്തതിന് കാരണമായി എന്താണ് വിലയിരുത്തുന്നത്? സുഹൈൽ, ആലപ്പുഴ SP തന്നെ ഈ ആരോപണം ഉയർന്ന മാധ്യമങ്ങളുടെ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് മാധ്യമങ്ങളെ കണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും പോലീസിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും പരാതി കൊടുത്ത് 10 ദിവസത്തിൽ കൂടുതലായി. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ് SP പറയുമ്പോഴും അതുവരെ ആ പെൺകുട്ടിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താനോ വൈദ്യപരിശോധന നടത്താനോ അല്ലെങ്കിൽ ജഡ്ജിന് മുൻപിൽ 164 സ്റ്റേറ്റ്മെന്റ് നൽകുവാനുള്ള ഇടപെടൽ നടത്തുവാനോ പോലീസ് ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും വീഴ്ച സംഭവിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞുകൊണ്ടേ ആയിരുന്നത്. എന്തായാലും തുടർന്നാണ് ഒരു പരസ്യ പ്രതികരണവുമായി യുവതി രംഗത്തെത്തുകയും ഇപ്പോൾ DGPക്ക് പരാതി നേരിട്ട് നൽകുകയും ചെയ്തത്. എന്തായാലും പോലീസ് ഇനിയെങ്കിലും ഉണർന്ന് ഇടപെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.